ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 6 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 6-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മെയ് 25-നാണ് വോട്ടെടുപ്പ്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. അടുത്ത മാസം 13-നാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലുണ്ടായ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 2 വോട്ടുകൾക്കിടയിലെ കാലതാമസം പല ബൂത്തുകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും കനത്ത ചൂടിൽ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും വോട്ട് ചെയ്യാനാകാതെ നിരവധി പേർ മടങ്ങിയ സംഭവങ്ങളുണ്ടായതായും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ 3 രാഷ്ട്രീയ മുന്നണികളും അവലോകന യോഗത്തിലേക്ക്. സിപിഐഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. പ്രാഥമിക അവലോകനത്തിനായി 4-ാം തീയതി കോൺഗ്രസ് നേതൃയോഗം ചേരും. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും യോഗം അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് ചേരും. ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ പുരോഗതിക്കും ദേശീയ സുരക്ഷയ്ക്കും അനിവാര്യമായ ധാതുക്കളെയാണ് ക്രിട്ടിക്കൽ മിനറൽസായി പരിഗണിക്കുന്നത്. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിന്റെ ഗംഗാ സമതല മേഖല, ഒഡീഷ, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാഹചര്യം തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. റായൽസീമ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത മാസം 2 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. ഏലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. 90 വയസ്സായിരുന്നു. ഇതിനു പുറമെ മാഹി പന്തക്കലിൽ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന നിർമ്മാണ തൊഴിലാളി മരിച്ചു. സൂര്യാഘാതമാണെന്ന് സംശയിക്കുന്നു. പന്തക്കൽ സ്വദേശി വിശ്വനാഥനാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ തീരുമാനം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 44 റൺസ് ജയം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ അടുത്ത മത്സരം ചൊവ്വാഴ്ച നടക്കും. IPL ക്രിക്കറ്റിൽ അഹമ്മദാബാദിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 9 വിക്കറ്റിന് വിജയിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 8ആയി. 5 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവുമാണ് ഇന്ത്യൻ സംഘം സ്വന്തമാക്കിയത്. ചൈനയിൽ നടക്കുന്ന യൂബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. നിലവിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. പുറക്കാട് സ്വദേശിനിയായ ഷിബിനയാണ് മരിച്ചത്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. എടത്വ പഞ്ചായത്ത് 10ാം വാർഡിലും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 7ാം വാർഡിലും തകഴി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി താറാവുകളെയും മറ്റു പക്ഷികളെയും കൊന്നൊടുക്കുന്ന നടപടികൾ നാളെ ആരംഭിക്കും. മൂന്നാർ രാജമലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് നാളെ മുതൽ ആരംഭിക്കും. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി വരുന്ന ചിന്നാർ, ഇരവികുളം, പാമ്പാടുംചോല എന്നിവിടങ്ങളിലാണ് 4 ദിവസം നീളുന്ന കണക്കെടുപ്പ്. സംസ്ഥാനത്തെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി വാട്ടർ മെട്രോ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുന്നു. സർവീസ് ആരംഭിച്ച് 1 വർഷം പിന്നിടുമ്പോൾ വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം ഇന്ന് 20 ലക്ഷത്തിലെത്തി. 14 ബോട്ടുകളുമായി 5 റൂട്ടുകളിലാണ് നിലവിൽ സർവീസുള്ളത്. കുട്ടി ശാസ്ത്രജ്ഞരുടെ സംഘടനയായ UL സ്പേസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മോഡൽ സ്പേസ് സ്റ്റാർട്ടപ്പ് ചലഞ്ച് മറ്റന്നാൾ രാവിലെ തിരുവനന്തപുരത്ത് കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സജി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും ISROയുടെയും സഹകരണത്തോടെയാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. കേരള നിയമസഭാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് നിയമസഭാ ഹാളും മ്യൂസിയവും സന്ദർശിക്കാൻ അവസരം. രാവിലെ 10:30 മുതൽ രാത്രി 8 വരെയും പൊതു അവധി ദിവസം ഉച്ചയ്ക്ക് 2 മുതലുമാണ് സന്ദർശന സമയം. 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഉത്തരമേഖല അന്തർജില്ലാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കുള്ള കണ്ണൂർ ജില്ലാ ടീം തെരഞ്ഞെടുപ്പ് മെയ് 1 രാവിലെ 9 മണിക്ക് തലശ്ശേരി കൊണർവയൽ
ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.